സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫിന് വളരെ വളരെ അഭിമാനകരമായ ഒരു ദിവസമാണിന്ന്. നേച്ചർ ലൈഫിൻ്റെ ആദ്യകാലം തുടങ്ങി ഏറ്റവും വലിയ പിന്തുണ നൽകി വരുന്ന ഒരാളാണ് ശ്രീമതി മേധ പട്കർ. സ്വാശ്രയ വൈപ്പിൻ പ്രവർത്തനങ്ങൾ തുടങ്ങി 1990 മുതലുള്ള ബന്ധവും സൗഹൃദവുമാണ് നേച്ചർ ലൈഫുമായി അല്ലെങ്കിൽ വൈപ്പിനിൽ നടന്ന സ്വാശ്രയ വൈപ്പ് പ്രവർത്തനങ്ങളുമായി മേധ പട്കർക്കുള്ളത്. അവിടെ നർമ്മദയുടെ താഴ്വരയിലെ സത്യാഗ്രഹ പ്രവർത്തനങ്ങളിൽ നമ്മുടെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള മേധ പട്കർ ഇന്ന് കോഴിക്കോട് നേച്ചർ ലൈഫിനെ ധന്യമാക്കുന്നു. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഈശ്വരാനിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാങ്കുഴലായി മാറ്റുകില്ലേ, നന്മതൻ കോമളം പാരിൽ പരത്തും കോമളമായി എന്നെ മാറ്റിടേണേ. ഈശ്വരാനിന്നപദാനങ്ങൾ പാടുന്ന പുല്ലാങ്കുഴലായി മാറ്റുകില്ലേ, നന്മതൻ പൂമണം പാരിൽ പരത്തുന്ന പൂമണമായി എന്നെ മാറ്റിടണേ. നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം. നമുക്ക് 7 പ്രകൃതി ജീവനാലയങ്ങൾ, 2 പ്രകൃതി ഹോട്ടലുകൾ, സുജീവിതം മാസിക, 14ഓളം പ്രകൃതി പുസ്തകങ്ങൾ, ജനാരോഗ്യ പ്രസ്ഥാനം. എല്ലാ ദിവസവും 7 മണി മുതൽ ജനങ്ങളെ പ്രകൃതി ജീവനം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൗജന്യ വെബിനാർ കഴിഞ്ഞ 1.25 കൊല്ലമായി മുടങ്ങാതെ ദിവസവും വൈകിട്ട് 7 മണിക്ക് നമ്മൾ നടത്തി വരുന്നു. അതോടൊപ്പം എല്ലാ മാസവും 1-ാം തീയതി കാസർഗോഡ്, 2 കണ്ണൂർ, 3 വയനാട്, 4 കോഴിക്കോട്, അങ്ങനെ 14 ദിവസം കേരളത്തിൽ എല്ലാ ജില്ലകളിലും നമ്മുടെ കൺസൾട്ടേഷനും ക്ലാസ്സും. ഒരു മാസത്തിൽ 100 ക്ലാസ്സുകൾ കേരളത്തിൽ പ്രകൃതി ജീവനത്തെക്കുറിച്ച് നടക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സാന്നിധ്യം 4 യൂട്യൂബ് ചാനലുകൾ, ഫേസ്ബുക്ക് 16 പേജുകൾ, പിന്നെ വാട്സപ്പ് പേജുകൾ. അങ്ങനെയാണ് യൂട്യൂബിൽ നേച്ചർ ലൈഫ് TV നമുക്ക് 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനൽ. അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൻ്റെ പ്രസംഗം നൽകിയതിൻ്റെ പേരിൽ യൂട്യൂബ് ഇപ്പോൾ അതൊന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നമുക്ക് കിട്ടാറുണ്ട്. അതേപോലെ ഗാന്ധി പീസ് TV, പിന്നെ നമ്മുടെ പാട്ടുകളുടെ ഒരു ചാനൽ, ഇങ്ങനെയുള്ള ചാനലുകൾ. അതോടൊപ്പം പുതിയൊരു ചാനൽ കൂടെ നമുക്ക് വരികയാണ്, നേച്ചർ ലൈഫ് കുട്ടി TV. നമ്മുടെ കുട്ടികളെ ഇന്ന് മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ പിടിച്ചടക്കിയിരിക്കുകയാണ്. അവർ കാണുന്നത് നമുക്കൊക്കെ മനസ്സിലാവാത്ത സാധനങ്ങളാണ്. നമുക്ക് മനസ്സിലാകുന്നതല്ല കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിന്, അവരുടെ ആരോഗ്യത്തിന് എല്ലാം ഊന്നൽ കൊടുക്കുന്ന ഒരു ചാനലാണ് നമ്മളിന്നിവിടെ ആരംഭിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിന് പ്രശസ്തയായ പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ, നേച്ചർ ലൈഫ് കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാധികാരി, സുജീവിതം മാസികയുടെ രക്ഷാധികാരി ശ്രീമതി മേധ പട്കർ എത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഓൺ ബിഹാഫ് ഓഫ് യു ആൻഡ് all nature of your family, I extend a hearty welcome to Medha Didi. ശോഭീന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹം കേരളത്തിലെ പരിസ്ഥിതി രംഗത്തെ വളരെ സൗമ്യമായ ഒഴുക്കാണ്. പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കോഴിക്കോട് മേഖലയിലെ കുട്ടികളുടെ ഇടയിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. ഞാൻ കൂടുതലായി അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശോഭീന്ദ്രൻ മാസ്റ്റർക്കും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. രാജമാഷ് ജൈവകൃഷിയുടെ മേഖലയിൽ സജീവമാണ്. ശോഭീന്ദ്രൻ മാഷ് അവർ രണ്ടുപേരും ഒന്നിച്ചാണ്. രാജൻ മാഷിനും ഹാർദമായ സ്വാഗതം. KV സുഗതൻ ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജനറൽ കൺവീനറാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് ജോയിൻറ്റ് സെക്രട്ടറിയായി വിരമിച്ചതിന് ശേഷം പൂർണ്ണമായ സമയവും അദ്ദേഹം നേച്ചർ ലൈഫിൻ്റെ ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നൽകിയിരിക്കുകയാണ്. കേരളത്തിലുടനീളം ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ നേച്ചർ ലൈഫിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന KV സുഗതനും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ
നേച്ചർ ലൈഫിൻ്റെ പേരിൽ ഹൃദ്യമായ സ്വാഗതം. ശ്രീ കെ ഉണ്ണികൃഷ്ണൻ നിങ്ങളിൽ പലർക്കും പേരുകൊണ്ട് പരിചയമുണ്ടാകും. അദ്ദേഹം തൃശ്ശൂർ നിവാസിയാണ്. അവിടെ കേരള സാഹിത്യ അക്കാദമിയുടെ അംഗമായിരുന്നു. നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുതിയൊരു പുസ്തകത്തിൻ്റെ പ്രകാശനം കൂടെ നമ്മുടെ ഈ വേദിയിൽ നടക്കുന്നുണ്ട്. കുഞ്ഞുണ്ണി മാഷാണ് 2 വരി 4 വരികളിൽ കവിതകൾ എഴുതി നമ്മെ അമ്പരപ്പിച്ചതെങ്കിൽ അദ്ദേഹം 2 വരി കഥകൾ എഴുതിക്കൊണ്ടാണ് മലയാളത്തെ അമ്പരപ്പിക്കുന്നത്, ധന്യമാക്കുന്നത്. അപ്പോൾ ആ പുസ്തകം പ്രകാശനത്തിനുള്ള അദ്ദേഹത്തെ നിങ്ങളെവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹം. മേധാജിക്ക് പ്രണാമം. പ്രകൃതിയാണ് നമ്മുടെ വിഷയം. പ്രകൃതിയിലൂടെ ജീവിതത്തിലേക്ക്, ജീവനിലൂടെ പ്രകൃതിയിലേക്ക്, ജീവിതത്തിലേക്ക് എന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുവിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഭൂമിയാകുന്ന പ്രകൃതിയെ ഹനിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ, നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് നാം പ്രതീക്ഷിക്കുന്ന ഗവൺമെൻറ് എന്ന സംവിധാനം ഭൂമിയെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ഭൂമിയാകുന്ന ജലത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ, ഭൂമിയാകുന്ന എല്ലാറ്റിനെയും, നദികളെയും കുന്നുകളെയും വനങ്ങളെയും എല്ലാം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, വികസനത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മധ്യത്തിലൂടെ ഒരു പുതിയ റെയിൽപാത എന്നുള്ള നിലയിൽ ചിന്തിച്ചു കൊണ്ടുവരുമ്പോൾ തീർച്ചയായും നാം പ്രകൃതി സ്നേഹികൾ, ഭൂമി സ്നേഹികൾ അതിനെതിരെ നിലകൊള്ളേണ്ടതുണ്ട്. ഈയൊരു യാത്രയിൽ മേധാജിയും സുഹൃത്തുക്കളും എന്നും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ, ജനങ്ങൾക്ക് നൽകാൻ മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് പ്രകൃതിയോടൊപ്പം നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന മേധാജിക്ക് കൂട്ടുനിൽക്കാൻ നമ്മളെല്ലാവരും ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ നേച്ചർ ലൈഫ് കുട്ടി TV ഉദ്ഘാടനം ചെയ്യാൻ മേധാദേവിയെ ക്ഷണിക്കുന്നു. കുട്ടികളെ വേണമെന്ന് ശശിഭൂഷൺ പിള്ളേരെ വിളിക്കാൻ. Respected Shobindran Master and all on the dais, Jacob ji perseverantly always have made me come to this place, which is a very inspiring place, giving space for the alternatives. And in this situation of pandemic, when these kinds of centers are functioning, or these kinds of his centers are still living, we really are thankful to all of them who are pursuing the alternative path of development. My colleagues Vijay Raghavan Chelia, C.R. Neelakanthan, Kusumam teacher, and Devram Bhai from Narmada Valley are also here. And I'm sorry that we could not reach in time and we had to wait along. Declaring a new channel for the children is something that is a small gesture on our part. What is really necessary is, now when we are situations, we
We have situations which are challenging in every sector of our life. We have to work hard towards awareness building. We have to work hard towards saving nature and people from destructive courses and paths that our rulers are propagating. And we have to also save ourselves, don't worry, save ourselves and also the ecosystem of the country and the world. You all know that recently there was this summit in Glasgow, COP26, and so many heads of the nation states were there, and thousands of people gathered outside that conference. And there was one Greta Thunberg of your age, and she commented on what happened in the summit through her speech just when it was coming to an end. And there was a lot of criticism on whatever was discussed. Our Soumya Dattaji, a climate change expert, was also there, and he was conveying whatever was happening inside regularly. But Greta Thunberg said in a short speech of hers, in few words, that, oh, so much happened in the conference, but it was all blah, blah, blah. He blasted the whole thing. And what Greta Thunberg, that young environmentalist who has become very well known and popular now, what is it that she wanted to convey? She was just saying that all these heads of the countries, our Prime Minister Narendra Damodar Das Modi ji also had reached there. And she said that all of them promised something. They sign conventions, resolutions, like they did in Paris also, and they do exactly the opposite. And same thing we all are witnessing. In our country, forests are felled everywhere. Thousands of hectares of forests are submerged in every dam. Now in Karnataka there is a big issue of a dam, and political parties all are together in opposing the Adivasis, the indigenous people, who are saying no to submergence. And we are seeing that the coal is excavated more and more and more. So even after Paris Convention, the coal blocks, 41 coal blocks full of coal underneath the land, were given to the private companies. While Indian legal regime is saying that coal and these minerals are owned by the government. If at all those are sold and profit is earned, that should go to the state exchequer, from which they can run the schools, they can start the dispensaries and so on. But when it is given to the private companies, obviously there will be no limits. They will excavate coal to the maximum and they will have their own thermal power projects, and that is what is going on. And all the energy in the form of electricity that we get, 60% is coming from thermal power. And when that is going to be increased rather than decreased, although there are discussions and there are some sample projects of solar power, the state is not attentive to that, and even the society is not following the path of the renewables. While there are so many sources of energy, but saving energy with less energy intensive lifestyle is also not in any policy, any projects in this country, whether in industry or in agriculture or in house construction or wherever. So friends, we know that the clock is ticking
as 1500 scientists have said across the world, that the whole humanity is going to come to an end very soon. Not just the stored electricity, not just the storages of coal like minerals, not just the waters in the surface flows into rivers. Those are going to be finished. If not by 2020 it has happened, it will be 2050. But beyond that, if the human beings are not able to survive, then what next? We have seen how many people died saying they have no oxygen. Now I was just talking to Jacob by what is the reality. People are questioning that. I also many times don't understand what is true and what is not. Many people got cured by staying at home. But many people died when they reached the hospital within a few days, reaching all complications. And we also know that so many new diseases are coming up. It is not just the virus of one kind, but many things are happening and people are losing their life. Thousands of children die every day due to malnutrition. So on and so forth. And when this is happening, we know that we have to think not twice but 100 times as to how can we save ourselves, whole of humanity apart. Even that all people are not able to think of. So friends, it is necessary that we really challenge the wrong things that are done. K-Rail is one of that. Unnecessary, not demanded, not needed, not prioritized, large mega project. Bullet train. This is bullet train, but it is named differently. Because in Maharashtra, bullet train is being opposed by the left front people. Thousands of Adivasis walked, thousands, for days to oppose bullet train and to oppose many projects which are coming into that tribal area. Expressway, nuclear power plant, Delhi-Mumbai industrial corridor and bullet train. This was the walk by 40,000 Adivasis opposing all these projects. But in Kerala, one highway, then coastal road, then the Western Ghats highway and K-Rail. What to say? This is all a game of development. Because people also are now mesmerized with what is development. If the building is high-rise, it is developed. If it is a small, beautiful mud house, it is lack of progress, regress, so on and so forth. Our Devram Bhai is one who constructed his house with mud jointing. People come and see his house. Oh, it's looking beautiful. But otherwise, even the Narmada affected people, dam affected people in the new resettlement sites have competed with each other to build the best possible house according to their vision. And Modi ji is demolishing Samsad Bhavan, demolishing Rail Bhavan, it appears to be, demolishing Shastri Bhavan. Have you seen these big buildings, a part of our heritage in Delhi? Why is the need? What is the need to demolish and rebuild? Because one Mr. Vimal Patel has got the contract. And Tatas are to get 22,000 crores. They are saying 22,000 crores, it will go to 50,000 crores. So this is all the game of money which is playing with nature, which is playing with the priorities and vision of this country.
And that is what is happening. Railway is the public sector industry in a way, but a service industry. And railway is going to be finished with privatization. Yesterday in our train, we were talking to the ticket collector, and he said, yes, 16 lakh employees in railway today, that is going to come down to 8 lakhs. So 50% of people will lose jobs, and the government will lose the money that comes to its exchequer, which is used for running schools, dispensaries, building small roads, etc. So railway is not improved. The railway needs to be developed, and there is so much scope. Give all facilities to the people in the general compartment. No free travel, and so on. But they are saying that this needs to be K-rail, high speed. Is it the speed that really gives human being real life and real peace? No, I am experiencing the speed with which the programs are planned whenever I go to any state really kills me. My hearing capacity also is affected because everyone is talking into both the ears. Speed is not something that gives you peace. And only speed, if it decides that whether K-rail is good or the present railway is good, then all the impacts on Kerala will have to be looked into. The wetlands, agricultural lands up to 140 kilometers. Small portion is elevated corridor, 88 kilometers. But the rest of the places, even the water flows will be obstructed. Already obstructed, and you are facing floods after floods. And landslides from the Western Ghats. All of this playing with nature, है ना, प्रकृति से खिलवाड़ करना, इसका असर तो होने वाला ही है. और ये असर का अभ्यास करना पड़ता है, वो भी नहीं हुआ है. EIA not done. State government has accepted कि हमको फिर से करना पड़ेगा. जो किया EIA, that is not impartial, that is not scientific. That was done by an agency supported by the government. So companies get done this kind of assessments by some agency which they pay the money for. This kind of game also is on. And social impact. We were in Catalpedia. What is happening? Wherever the K-rail is going, the houses which people built with all their balance money put in for their old mother who wanted a house of her own, or the new Bahu, daughter-in-law who came in, said we must build our own new house. So they built their nice house, and now that is going to be demolished. They were having tears in their eyes. This is exactly what happened when the highway came. First 30 meters, then 45 meters. So in Ballarpada, in Mulampalli, everywhere we have seen people are not yet rehabilitated. So just to talk about rehabilitation is easy, but not easy to rehabilitate people socially, economically, and ecologically, because livelihoods are also dependent on nature. The paddy field cultivators to the coconut growers. But your Kerala is also changing. You are having much reduced paddy fields. I just got the agricultural picture because in our farmers movement for last 1 year, the Keralites, the Kisan Sabhas made a good contribution. Strong support, people coming from all the states. But when they said that there is MSP, minimum support price declared since last year, vegetables and fruits, we said, okay, we want the Kerala model.
But here I am seeing that there is no much procurement taking place by government. Government is not buying all bananas. And if banana is purchased for 15 rupees, the price that is declared is beyond 20 rupees. And that is also not real Swaminathan Ayog based MSP. So I will not cover all this in detail, but I will only say that when this is happening, we still have hopes from the Kerala government. But they must have dialogue with the people who are fighting the battle. Why do I need to come here? The Janakya Pratirodha Samiti, why should they be bothered about Pratirodha if there is no Avarodha, if there is no dialogue? And dialogue is only with the eminent people in each district. Today, Pinarayi Vijayan is in Calicut, but then Pinarayi Vijayan will talk to Pawara Pramukha. So then, how can people express? How can that boy who built his house and now is going to go into rail he is scared of, whom will he talk to? It has to be the people's unity and people's struggle to save nature. But then in these kinds of struggles we have seen that women's force and youth force make a huge difference. And that is what is needed. Even in this corona and pandemic situation, some of our young volunteers are really playing a very good role. They are making people aware that even vaccination cannot be forced. There are judgments, there are government orders, but everywhere force is applied directly or indirectly. People feel helpless. If they are not allowed to travel by train, they need to accept whatever is given. In this situation, the real saving life is to be through changed lifestyles. We all are compromising in our lives. I feel no one should, as Greta Thunberg has said, no one should travel by flight. But then how can we manage? I also don't know. I avoid it to the maximum. But then once a while you have to, otherwise you cannot reach from here to here. So yesterday when we were traveling in the train, people had told me that no, you should have taken a flight. Not necessary, overnight also, 4 hours, etc. So friends, it is necessary to have these kinds of life-saving centers. And I don't know, the patients are also sitting here maybe. But you are not just patients, you are agents of the message that the Nature Life and Nature Cure is giving through you to others. And that goes to children, is a very important thing. I also feel because the aged really accept alternative path, but the middle age group, they are for globalization, they are for consumerization, they are for marketization, they are for corporatization, they are for everything. So it's very difficult to convince them. So better start with children. If they are convinced, and there are many children in different groups now, different schools now, who are taken to different places. I know the Green Salsabil school in Trishul. They had to close it down. But what were they doing? They were teaching the children to go and visit different places wherever injustice was taking place, like the Plachimada, and wherever the nature was played with. But many people questioned this. Some of the parents also got hypnotized. The government did not support properly. So they closed down the school. Now we again motivated them that you were doing the best of the job. And the children, whenever came to Narmada, our children in Jivan Shalas also sing songs and give slogans and fight battles. They were also very happy to meet them. And they shared the Narmada songs coming from Kerala. They sang those. So there is so much that the children do if they are guided on the right path. And that is from their own lifestyle to their family to their community that make them contribute to. So I am sure and I hope and I feel confident
that this channel will make a difference. While in today's world, media is market. And they only look at their TRP, as they call it. So, through the so-called mainstream media, which is not really mainstream, which is market stream media, it is very difficult to give the messages which persons like Jacob would like to give. Now that message also may have controversy. It was on doxycycline, right? And today now many doctors are saying don't use that drug. It has many bad impacts. So he had only conveyed whatever was there in the medical encyclopedia. So when he said that I am arrested, we also jumped into the fight, because we said whether he is correct, right or wrong, he cannot be arrested. And then Advocate Ram Kumar played a good role and he was released. But this kind of challenge also needs to be taken whenever you go on alternative path. Farmers were blamed and accused as Khalistani, as Pakistani, and we were giving slogan, na Khalistani, na Pakistani, hum sab hai Hindustani. Now finally Modi ji realized that he is Hindustani and they will be the voters. So better give them, repeal 3 laws. But 29 labor laws he has repealed. So the factory persons, factory workers, unorganized sector workers will not be able to fight even in the court, which we have been doing. Our union is spread into many textile mills. How can I, if these new 4 weak codes come to be implemented, stand in the industrial tribunal which I am doing today? There will be no law on the basis of which I can say mills cannot be closed without seeking consent of the Shramik. So there is this kind of game, legal game that is played. So how to fight wrong decisions, wrong actions, and propagate whatever is real alternative. It has to be a battle, legal and mass battle. So even in all these health related issues to rail related issues, there will have to be a need to come together, which many Keralites have come together. In Thrissur it was a full hall full of people. Today there were 2,000 and more people in Katalpedia, and we just again addressed hundreds of them in Vadagri. It is all that is coming up. It will take time, but questioning never takes you backward. People will not lose because of taking up to struggle if we remain non-violent, if we remain satyagrahi and really salute the martyrs of the farmers' movement that gives us inspiration. So I hope that this new initiative of Nature Life also, which is managed by Jacob Bhai, Soumya ji, and Shashi Bhushan ji is going to, he is going to, He is in charge of this. initiative actually. Come. He has initiated it. Welcome. So give a big clap. So you will show us, demonstrate. The teacher, best teacher award. Oh, I see. Very good. Shashi Bhushan is a name I know of 2-3 persons who have done a very good work for the society. Even in the Ministry of Environment, even in the water resources sector through NGO, so many of Shashi Bhushans. So he is one more added. So good. We are not children, but we can watch it. No? Because if we are ignorant, we are same like children. So I think we will spread the message, and we hope that Nature Life will progress further, and it will not be, and it should not be, and it is not to be a business. It is really a social activism in the sector of health. And I hope if the children's सेना, the बच्चों की सेना खड़ी होती है तो बहुत ही अलग इम्पैक्ट होगा. वो के रेल जैसे पर नहीं होगा,
लेकिन इनकी जो धड़ 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 विकास की गाड़ी चल रही है, उस गाड़ी को रोकने के लिए और दिशा बदलने के लिए निश्चित काम आएगा। जिंदाबाद सर। നമസ്കാരം. നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ പുതുതായിട്ട് ആരംഭിക്കുന്ന കുട്ടി ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഊഷ്മളമായ സ്വാഗതം. എവിടെ കുട്ടികളൊന്നും കാണുന്നില്ലല്ലോ? ഇതാ മക്കളെ, വരൂ വരൂ വരൂ, നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഞാനാണ് ഈ പരിപാടിയുടെ അവരാധകൻ. അയ്യേ, അവരാധകനല്ല അങ്ങളെ, അവതാരകൻ. അവതാരകൻ. എന്ത് അവതാരകനാണിത്? പോട്ടെ, എന്താണ് അവതാരകന്റെ പേര്? എൻ്റെ പേര് കുഞ്ഞേട്ടൻ. അതെന്തു പേരാ അത്? ശരിക്കുള്ള പേര് പറയൂ അങ്ങളെ. അതായത് എന്നെ പ്രസവിക്കുമ്പോൾ ഞാനൊരു കുഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് പേരിട്ടു കുഞ്ഞനെന്ന്. ഇപ്പോൾ എല്ലാവരും എന്നെ കുഞ്ഞേട്ടെന്നാ വിളിക്കുന്നത്. നല്ല പേര്, ഇനി ഞങ്ങളും അങ്ങനെ വിളിക്കാം. അത് പോട്ടെ, എന്തൊക്കെയാ കുഞ്ഞേട്ട അവതരിപ്പിക്കുന്നത്? കുട്ടി ടി വിയിൽ എന്തൊക്കെയാ ഉള്ളത്? കുട്ടി ടി വിയിൽ കഥകളുണ്ട്, പാട്ടുകളുണ്ട്, കളികളുണ്ട്, പിന്നെ അല്പം കാര്യവും. അതെന്തൊക്കെയാ? അത് പറഞ്ഞു തരാം. അതായത് കുട്ടികൾ നല്ല മിടുക്കന്മാരായിട്ട് മിടുക്കികളായിട്ടൊക്കെ വളരാൻ വേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാ ഇപ്പോഴത്തെ കുട്ടികൾ തിന്നുന്നത്? നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറികളും പലഹാരങ്ങളുമൊന്നും അല്ലാതെ എന്തൊക്കെ സാധനങ്ങളാണ് പുറത്തു നിന്ന് മേടിച്ച് കഴിക്കുന്നത്? മോൻ എന്തൊക്കെയാ കഴിക്കാറ്? ഒന്ന് പറഞ്ഞാട്ടെ. എനിക്ക് ഐസ്ക്രീമാ ഇഷ്ടം. പിന്നെ പെപ്സി, കോള, 7up, കുർക്കുറെ, പിന്നെ ബ്രെഡും ജാമും. മതി 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 മതി, കേട്ടിട്ട് തന്നെ പേടിയാകുന്നു. ഇതൊക്കെ കഴിച്ചാലേ നമുക്ക് ഭാവിയിൽ പലതരം അസുഖങ്ങളും വരും. അയ്യോ, അതൊന്നും ഞങ്ങൾക്കാരും പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങളെ വീട്ടുകാരും കൂട്ടുകാരും ഇതൊക്കെ തിന്നുന്നത് കണ്ട് ഞങ്ങളും തിന്നാൻ തുടങ്ങി. അപ്പോൾ കുഞ്ഞേട്ടൻ ഇതൊക്കെ പറഞ്ഞു തരാം. പിന്നെ ഈ സുന്ദരമായ പ്രകൃതിയെക്കുറിച്ച്, അതിലെ ജീവജാലങ്ങളെക്കുറിച്ച്, പുഴകളെക്കുറിച്ച്, മലകളെക്കുറിച്ച്, മഴയെയും വെയിലിനെയും കുറിച്ച് അങ്ങനെ അങ്ങനെ നീളുന്നു. ഞങ്ങൾക്ക് കേൾക്കാൻ കൊതിയായി. കുഞ്ഞേട്ടൻ പറഞ്ഞാലോ? പറയാം, അതൊക്കെ പറഞ്ഞു തരാം. അതിൻ്റെ മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും ഈ കുട്ടി ടി വി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്. അത് തന്നെ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ എഴുതണം. അതെ 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 അതെ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരോടും വീട്ടുകാരോടും എല്ലാവരോടും പറയണം. അപ്പോൾ നല്ല ആരോഗ്യത്തിൻ്റെ കൊച്ചു കൊച്ചു പാഠങ്ങൾ നമുക്കിവിടെ തുടങ്ങാം. ഇന്ന് നമുക്ക് ആദ്യം ഒരു പാട്ട് കേട്ടാലോ?
ഹൃദയം കനവിനാൽ പുളകിതമാക്കാം. മണം തൂകി പൂന്തേൻ ചൊരിയും പൂക്കളിൽ വിലസം പൂമ്പാറ്റേ, പൂവിതൾ പോലെ നിർമ്മലമാകും ഹൃദയം കനവിനാൽ പുളകിതമാക്കാം. നന്മയാം പൂമ്പൊടി ഉണ്മയാം നുകരാം, കതിരൊളി വീശും ചിറകടി കേൾക്കാം. നന്മയാം പൂമ്പൊടി ഉണ്മയാം നുകരാം, കതിരൊളി വീശും ചിറകടി കേൾക്കാം. അറിവിന്റെ നിറവുകൾ ഉറവിടമാക്കാം, നന്മകൾ മനസ്സിൽ നിലനിർത്തിടാം. അറിവിന്റെ നിറവുകൾ ഉറവിടമാക്കാം, നന്മകൾ മനസ്സിൽ നിലനിർത്തിടാം. മണം തൂകി പൂന്തേൻ ചൊരിയും പൂക്കളിൽ വിലസും പൂമ്പാറ്റേ, പൂവിതൾ പോലെ നിർമ്മലമാകും ഹൃദയം കനവിനാൽ പുളകിതമാക്കാം. തിത്തി തിത്തി താളം തുള്ളി തരികിടമേളം കൊട്ടി സാന്ത്വനമേകി തഴുകിത്തലോടി. തിത്തി തിത്തി താളം തുള്ളി തരികിടമേളം കൊട്ടി സാന്ത്വനമേകി തഴുകിത്തലോടി. സ്നേഹത്തിൽ ചാലിച്ച മഴവില്ലൊരുക്കാം, ഉലകത്തിൽ സ്നേഹം നിലനിർത്തിടാം. സ്നേഹത്തിൽ ചാലിച്ച മഴവില്ലൊരുക്കാം, ഉലകത്തിൽ സ്നേഹം നിലനിർത്തിടാം. മണം തൂകി പൂന്തേൻ ചൊരിയും പൂക്കളിൽ വിലസും പൂമ്പാറ്റേ, പൂവിതൾ പോലെ നിർമ്മലമാകും ഹൃദയം കനവിനാൽ പുളകിതമാക്കാം. മണം തൂകി പൂന്തേൻ ചൊരിയും പൂക്കളിൽ വിലസും പൂമ്പാറ്റേ, പൂവിതൾ പോലെ നിർമ്മലമാകും ഹൃദയം കനവിനാൽ പുളകിതമാക്കാം. സുഹൃത്തുക്കളെ, മേധാവിധി പറഞ്ഞതിൻ്റെ ചെറിയ ഭാഗമൊന്ന് മലയാളത്തിൽ പറയാമെന്ന് കരുതുന്നു. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചൊക്കെ രാഷ്ട്രത്തലവന്മാരിരുന്ന് ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ തീർന്നു. അവരുടെ വാക്കുകൾ മാത്രമേ ഉള്ളൂ, പ്രവർത്തികളിലേക്കൊന്നും വരുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രിയും നിരവധി കാര്യങ്ങൾ പറയും, വാഗ്ദാനം ചെയ്യും, പക്ഷെ ഒന്നും നടപ്പിലാകുന്നില്ല. ആയിരക്കണക്കിന് ഏക്കർ ആദിവാസികളുടെ ഭൂമിയെല്ലാം വെള്ളത്തിലാക്കിക്കൊണ്ടുള്ള വികസനം വികസനം നടത്തുന്നു. അതിന് റീഹാബിലിറ്റേഷൻ എല്ലാം വാഗ്ദാനമുണ്ട്, പക്ഷേ ഒന്നും നടക്കാറില്ല. നിങ്ങൾക്ക് തന്നെ മൂലമ്പള്ളിയിലെയും വല്ലാർപാടത്തും കൊടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ റീഹാബിലിറ്റേഷൻ എങ്ങനെയായി എന്നത് നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെ നമ്മുടെ ഊർജം, നമുക്ക് പല കാര്യങ്ങൾക്ക് ഊർജ്ജം ആവശ്യമാണ് വികസനത്തിൻ്റെ പേരിലെല്ലാം. പക്ഷേ സോളാർ പോലെ പാരമ്പര്യേതര ഊർജത്തിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു താല്പര്യവും വേണ്ടതുപോലെ സർക്കാരുകൾക്ക് താല്പര്യമില്ല. 1500ഓളം ശാസ്ത്രജ്ഞന്മാർ ചേർന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. അതായത് മനുഷ്യവംശം തീരാൻ പോവുകയാണ്. നമ്മൾ ഇതേവരെ സംസാരിച്ചു കൊണ്ടിരുന്നത് വൈദ്യുതി തീരും, കൽക്കരി തീരുന്നു, നദികളിൽ വെള്ളം തീരുന്നു, അങ്ങനെ പ്രകൃതി വിഭവങ്ങളെല്ലാം തീരുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നമ്മൾ മനുഷ്യവംശം തന്നെ തീരാൻ പോകുന്നു എന്നതിൻ്റെ മുന്നിലാണ്. അതുകൊണ്ട് 2050ഓടെ മനുഷ്യവംശം തീരും എന്ന തലത്തിലുള്ള
കണ്ടുപിടുത്തങ്ങളാണ് അല്ലെങ്കിൽ തിരിച്ചറിവുകളാണ് ഇപ്പോൾ ശാസ്ത്രലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊറോണയുടെ പേരിൽ വീട്ടിലിരുന്നവരെല്ലാം താനേ സുഖപ്പെട്ടു, ആശുപത്രികളിലേക്ക് പോയവർ മരിക്കുന്നു, ആയിരക്കണക്കിന് കുട്ടികൾ പോഷകാഹാരക്കുറവിൽ മരിക്കുന്നുണ്ട്. പക്ഷേ ഭരണാധികാരികൾക്ക് ആർക്കും അതിനെക്കുറിച്ച് താല്പര്യമില്ല. അതുകൊണ്ട് 1 അല്ല 10 അല്ല 100 വട്ടം നമ്മൾ ചിന്തിക്കണം, എങ്ങനെ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കും ഇത്തരമൊരു അന്തരീക്ഷത്തിൽ. കേരളിനെ കുറിച്ച് അത് അനാവശ്യമാണ്, ആരും ആവശ്യപ്പെട്ടതല്ല. ഇതാ പഴയ ബുള്ളറ്റ് ട്രെയിൻ തന്നെയാണ്. മഹാരാഷ്ട്രയിൽ ഈ ബുള്ളറ്റ് ട്രെയിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ സംഘടനകളെല്ലാം കൂടെ സമരം ചെയ്തു. അതിൽ 40,000-ഓളം പേര് പങ്കെടുത്ത, ആദിവാസികൾ സഹിതം പങ്കെടുത്ത ഇടതുപക്ഷം സംഘടിപ്പിച്ച ഒരു പ്രകടനത്തിൻ്റെ ചിത്രമാണ് അവർ ആ സമയത്ത് പുറത്തിറക്കിയ ഒരു ലഘുലയിൽ നമ്മളെ കാണിച്ചത്. പക്ഷേ ഇവിടെ അവർ ബുള്ളറ്റ് ട്രെയിൻ എന്നുള്ള പേര് മാറ്റി, കാരണം ബുള്ളറ്റ് ട്രെയിനിനെ അവർ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് കേരയിൽ എന്നുള്ളൊരു പേര് കൊടുത്ത് ഇവിടെ കൊണ്ടുവരികയാണ്. ഒരു നല്ല ഭംഗിയുള്ള മൺകുടിൽ ഉണ്ടാക്കുന്നത്, ആ കുടിലിൽ താമസിക്കുന്നത് വികസനമല്ല എന്നാണ് പറയുന്നത്. മലകൾ കുത്തിമുറിച്ച് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ടൈലുകൾ ഇടുന്ന വീടുകളാണ്. അങ്ങനത്തെ അതിൽ താമസിച്ചാലേ വികസനമാകുകയുള്ളൂ എന്ന് പറയുന്നു. നരേന്ദ്രമോദി ശാസ്ത്രി ഭവൻ, വേദഭവൻ ഇങ്ങനെയുള്ള നമ്മുടെ പാരമ്പര്യം തുളുമ്പുന്ന കെട്ടിടങ്ങളെല്ലാം ഡൽഹിയിൽ തകർത്ത് കൂറ്റൻ കെട്ടിടങ്ങൾ പണിയുകയാണ്. അതിൽ വിമൽ പട്ടേലിന് കോടിക്കണക്കിന് രൂപയുടെ കോൺട്രാക്റ്റ് കിട്ടുന്നു. പ്രകൃതിയുടെ ചെലവിലാണ് നമ്മൾ ഈ ദ്രോഹം മുഴുവനും, ഈ വികസനം എന്ന് പറയുന്നതെല്ലാം കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത്. 16 ലക്ഷം പേരാണ് റെയിൽവേയിൽ ജോലിയെടുക്കുന്നത്. ഇപ്പോൾ TT ആയിട്ട് വന്നപ്പോൾ സംസാരിച്ചതാണ്. അത് 8 ലക്ഷമായിട്ട് കുറയുകയാണ്. 8 ലക്ഷം പേര് തൊഴിൽ രഹിതരാകുന്നു. വേഗതയാണോ ജനങ്ങളുടെ ജീവിതത്തെ നന്നാക്കുന്നത്? കൂടുതൽ വേഗത്തിൽ പോകേണ്ടതാണോ ജനങ്ങളുടെ ജീവിതം നന്നാകാൻ ആവശ്യമുള്ളത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ദീദി അതിനോട് നമ്മളോട് ചോദിക്കുന്നത്. ജനങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ അതെല്ലാം അവഗണിക്കപ്പെടുന്നു. കൂടുതൽ വേഗത്തിൽ അങ്ങ് എത്തിച്ചാൽ ജനങ്ങളുടെ ജീവിതം നന്നാകുമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? കേരളത്തിൽ ഇതേവരെ ഇല്ലാതിരുന്നതാണ് ഉരുൾപൊട്ടൽ, മലയിടിച്ചിൽ, പ്രളയം. അതെല്ലാം ഇപ്പോൾ കേരളത്തിൻ്റെ വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. കർഷക സമരത്തിൽ കേരളം വലിയ പങ്കാളിത്തം നൽകി. കർഷക സമരത്തെ വളരെ നന്നായി തന്നെ കേരളീയർ പിന്തുണച്ചു. കേരള സർക്കാർ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന, കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന നിരവധി സംഭരണ പരിപാടികളെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല. വെറും 15 രൂപയ്ക്കൊക്കെയാണ് പഴം സംഭരിക്കുന്നത്. കർഷകരുടെ കാര്യം കേരളത്തിൽ വളരെ ദയനീയമാണ്. അതേപോലെ കൊറോണയുടെ പേരിൽ വാക്സിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിർബന്ധമല്ല എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അത് നിർബന്ധമാണ്. നേരിട്ടും അല്ലാതെയുമെല്ലാം ജനങ്ങളെ അവർ നിസ്സഹായരാക്കിയിരിക്കുന്നു, നിർബന്ധത്തിലാക്കിയിരിക്കുന്നു. ധാരാളം പേര് മഹാരോഗികളായി തീരുന്നു. പക്ഷേ അത് വലിയ പ്രചാരമാണ് സർക്കാർ നൽകി വരുന്നത്. ഡോക്സിസൈക്ലിൻ എന്നൊരു മരുന്നിൻ്റെ അപകടം പറഞ്ഞതിനാണ് ജേക്കബിനെ പിടിച്ച് ജയിലിലടച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഡോക്ടർമാരെല്ലാവരും പറയുകയാണ് അത് വളരെ അപകടം പിടിച്ചതാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. ആ ജയിലിലടച്ച സമയത്ത് തന്നെ ഡോക്ടർമാർ ചിലർ ദീദിയോട് പറയുകയുണ്ടായി, ആ പറഞ്ഞതാണ് ശരി, അതിനൊരിക്കലും അറസ്റ്റ് ചെയ്യാനോ ജയിലിലടയ്ക്കാനോ പാടില്ലാതിരുന്നതാണ്. എന്തായാലും തെറ്റായ നീക്കങ്ങളെ ചെറുക്കാൻ നമുക്ക് സാധിക്കണം, ശരിയെ പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ സാധിക്കണം. കുട്ടികളിലൂടെ പുതിയ തലമുറയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ ഈ പുതിയ ചാനലിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ദീദി പ്രസംഗം അവസാനിപ്പിച്ചത്. ഈ കുട്ടി TV, ഈ ചാനൽ പുതിയൊരു വെളിച്ചമായി മനുഷ്യ സ്നേഹത്തിൻ്റെ, പ്രകൃതി സ്നേഹത്തിൻ്റെ, നന്മയുടെ ഒക്കെ ഒരു പുതിയ പാത വെട്ടിത്തുറക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും പ്രോത്സാഹനവും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ. ഈ ചടങ്ങ്
ഇവിടെ അവസാനിക്കുകയാണ്.